മണ്ഡലം ചുറ്റുമഹളകൾ മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പമാണിന്ന്. മലപ്പുറം മങ്കടയിൽ മുസ്ലിം ലീഗ് പുറത്താക്കിയ ആളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം CPIM-ന്റെ പതനമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. CPIM BJP ഡീൽ ആരോപണം PK കുഞ്ഞാലിക്കുട്ടി ആവർത്തിക്കുന്നുമുണ്ട്. മലപ്പുറത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി 24-നോട് പറഞ്ഞു. അനുജ രാജേഷും അമൃത പടിക്കലും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. നമുക്കൊപ്പമുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം എന്ന് പറയുമ്പോൾ താങ്കൾക്ക് വൈകാരികമായി വളരെ അടുപ്പമുള്ള ഇടമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുകയാണ്. ഈ മടക്കത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. തുടക്കം വളരെ ആഹ്ലാദകരമായിരുന്നു. അപ്പോൾ മടക്കവും അതുപോലെ തന്നെയാണ്. വളരെ കാലത്തിന് ശേഷം കറങ്ങിത്തിരിഞ്ഞ് മലപ്പുറത്തെത്തി. സന്തോഷമുള്ള കാര്യമാണ്. സാധാരണക്കാരുടെ സംസാരിച്ചു, ഓട്ടോക്കാരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ ഭരണത്തിൽ അവർ സന്തുഷ്ടരാണ്, മലപ്പുറത്തെ ഭരണത്തിൽ അവർ സന്തുഷ്ടരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് മലപ്പുറത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അല്ല, മലപ്പുറത്തിൻ്റെ ഒരു ജൈത്ര യാത്ര തന്നെയാണ്. കാരണം ഈ ജില്ല വരുന്നതിൻ്റെ മുമ്പും ജില്ല വന്നതിന് ശേഷമൊക്കെയുള്ള പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടായിരുന്നു. കാരണം ആളുകൾക്ക് കഷ്ടപ്പാട്. ഒരു സ്കൂള് വേണമെങ്കിൽ കിലോമീറ്റർ താണ്ടണം. അതൊക്കെ പോയില്ലേ. ഇനിയിപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായിരിക്കും? ഇപ്പം അവർക്ക് ആവശ്യമുള്ളത് നല്ല ബോധ്യം എനിക്കുണ്ട്. കുറച്ചും കൂടി ബെറ്റർ എഡ്യൂക്കേഷൻ. വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ അതിലൊരു ന്യായം നടന്നിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരിക്കൽ കൂടി ആ നേട്ടങ്ങൾ, ഇപ്പോൾ ആരോഗ്യ മേഖലയിലും അങ്ങനെ മറ്റു മേഖലകളിലൊക്കെ ഉണ്ടായ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നേട്ടങ്ങളില്ല. ആരോഗ്യ മേഖലയിൽ ഒരു ശോച്യാവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം ഉണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ, മെഡിക്കൽ കോളേജ് ആയാലും മറ്റാരോഗ്യ കേന്ദ്രങ്ങൾ, അത് എക്യൂപ്പ് ചെയ്യണ്ടേ? ഡോക്ടർമാരില്ലാതെ എന്ത് കാര്യം? ഇപ്പോൾ ഒരു ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിവാദം ഡീലാണ്. പുതിയതായി ഞങ്ങൾ എവിടെയെങ്കിലും ഡീലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. ഞങ്ങൾക്ക് മറുപടി പറയാൻ പുറകോട്ട് സഞ്ചരിക്കണം. അപ്പോൾ ഡീലുണ്ട് എന്നുള്ളത് സമ്മതിക്കുകയാണെന്നാണോ പരോക്ഷമായി? അല്ലേ, ഇപ്പോൾ ചില സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഈ ചർച്ച ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷം 3-ാം സ്ഥാനത്തുള്ള സ്ഥലത്ത് അവർ വീക്ക് കാൻഡിഡേറ്റ്സിന് ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് ആരോപണം. സാർ, ഇത്തവണ നോക്കുകയാണെങ്കിൽ വനിതാ പ്രാതിനിധ്യം കൂടുതലുണ്ട്, പക്ഷേ വിജയസാധ്യതയുള്ള സീറ്റുകളൊക്കെ കുറവല്ലേ? ഞങ്ങൾ ആ 2 സീറ്റും ജയിക്കും. കാരണം കൂത്തുപറമ്പ് ഞങ്ങൾ ഇടയ്ക്ക് ജയിക്കുന്ന സീറ്റാണ്. പേരാമ്പ്രത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ നല്ല ലീഡുള്ള ഒരു മുന്നേറ്റം വന്ന സീറ്റാണ്. അതിനിടയിൽ ചില പൊട്ടിത്തെറികളൊക്കെ വന്നതൊക്കെ പരിഹരിക്കപ്പെട്ടോ? ഇപ്പുറത്ത് വലിയ കതീനപടി ഉണ്ടാവും പറഞ്ഞിട്ട് ചെറിയ ഓലപ്പടക്കന്മാരി അങ്ങനെ അങ്ങ് പോയി. അപ്പുറത്തല്ലേ പിന്നെ പൊട്ടിയത്. കെ സുധാകരനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ, അവരുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരാനൊരു വൈകൽ, കാലതാമസം ഉണ്ടായി, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ. ഇതൊക്കെ ഒരു ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? സുധാകരന്റെ 2 വാക്കുകളിൽ അതൊക്കെ പോയില്ലേ. ഞാൻ എവിടെ പോവാം, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് ചോദിച്ചോടുകൂടി അത് തീർന്നല്ലോ. ഇപ്പൊ കെ സുധാകരൻ പറഞ്ഞത് 3-ാം പിണറായി സർക്കാർ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 3-ാം പിണറായി സർക്കാർ വരുന്ന ഒരു സാഹചര്യം ഇപ്പം ഇല്ല. മലപ്പുറത്ത് നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി, അതൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ്. മനസ്സിലായില്ല. ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കാം. അല്ലേ, ഇതിപ്പോ എനിക്കറിഞ്ഞൂടാ. കാരണം പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ. താങ്ക് യു സോ മച്ച്. എല്ലാ ആശംസകളും തരുന്നു സർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.